2025 ഈ ഒരു വർഷത്തെ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ്റെ ഭാഗമായി നമ്മളെ പ്രഭാതപേരിയിൽ വിദ്യാനഗർ പബ്ലിക് സ്കൂൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളിത് ഫസ്റ്റ് ടൈമല്ല, ഇത് 3-ാമത്തെ വർഷമാണ് കണ്ടിന്യൂസ് ആയിട്ട് വിദ്യാനഗർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇപ്രാവശ്യം ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു, ഒരുപാട് അപ്ഡേഷൻസ് വിദ്യാനഗർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ ബാൻഡ് ടീം പുതിയതാണ്, പിന്നെ നമ്മളെ സ്കൗട്ട് അതുപോലെ തന്നെ സ്കൂളിലുള്ള ബാക്കി കുട്ടികളൊക്കെ ഇപ്രാവശ്യം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മളെ സ്കൈ ടീമിൻ്റെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും, കോരിച്ചെരിയുന്ന മഴയാണ്. പക്ഷേ ഈ ഒരു മഴയത്ത് പോലും ഒരു കുട്ടി പോലും ഒരു കുട പോലും പിടിക്കാതെയാണ് ഈ ഒരു പ്രഭാത പേരിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ക്ഷീണമോ പ്രയാസങ്ങളോ ഒന്നും നമുക്ക് ഇപ്രാവശ്യം ഉണ്ടായിട്ടില്ല. എന്തായാലും ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുള്ള ഒരു പ്രഭാത പേരിയാണ് എന്ന് വേണമെങ്കിൽ നമുക്കിതിൽ പറയാം. ഒരുപാട് പ്രത്യേകതകൾ ഞങ്ങൾക്കിതിൽ കിട്ടിയിട്ടുണ്ട്. ഒരു 3 വർഷത്തെ ഒരു എഫേർട്ട് ഈ ഒരു വർഷം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമുള്ളൊരു വർഷമാണ് ഇപ്പോഴത്തെ ഈ ഒരു ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എല്ലാവരും ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരും ഈ ഒരു മഴയത്ത് തന്നെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളെ ഫ്ലാഗ് ഹോസ്റ്റിങ് കഴിഞ്ഞിട്ടുള്ള പ്രോഗ്രാമാണ്. അവിടെ മൊത്തം പരേഡിൽ എല്ലാവരും ഗ്രൗണ്ട് നിറയെ ചളിയും മണ്ണും ഒക്കെ ആയിട്ട് പോലും ഒന്നും ശ്രദ്ധിക്കാതെ എന്നത്തെയും പോലെ നല്ല ഉഷാറായിട്ട് തന്നെ വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് അവിടെ പരേഡുകളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവുന്നുണ്ടാവും ഈ ഒരു സ്പിരിറ്റ് എന്താണ് എന്നുള്ളത്. ഇപ്പോൾ എപ്പോഴത്തേക്കും പോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് വിദ്യാനഗറിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതും ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. ഈ ഒരു മഴ കാരണം പറ്റൂല എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും അതൊന്നും എവിടെയും ഒന്നിനും ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമുക്കിതിൽ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ഇതിൽ JRC കുട്ടികൾ എന്ന് പറഞ്ഞാൽ വൈറ്റ് ഡ്രസ്സാണ്, നമുക്കറിയാലോ. അവർ ആ ഒരു വൈറ്റ് ഡ്രസ്സൊക്കെ ഫുള്ള് ചെളിയിലാണ്, പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ അതൊന്നും വകവെക്കാതെയാണ് ആ കുട്ടികളും മാർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും പ്രോഗ്രാം അതിഗംഭീരമായിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഗ്രൗണ്ട് കാണുമ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുണ്ടാവുമല്ലോ. പിന്നെ ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്ന ഒരു അനൗൺസ്മെൻ്റ് ആണ് ഇത്. എന്താണെന്ന് നിങ്ങളും കൂടെ ശ്രദ്ധിക്കുക. ഹൈസ്കൂൾ ബോയ്സ് വിഭാഗത്തിൽ ഫസ്റ്റ് വിദ്യാനഗർ പബ്ലിക് സ്കൂൾ. വിദ്യാനഗർ പബ്ലിക് സ്കൂളിന്റെ പകുതി പെട്ടെന്ന് ഡാസിൽ എത്തിച്ചേരുക. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് MSP ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. കാരണം സെൻറ് MSPയും വർഷങ്ങളായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എപ്പോഴും അവരാണ് കൊണ്ടുപോകില്ല. അപ്പോൾ ഒരിക്കലും നമ്മൾ പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ CBSE സ്കൂള് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മളെ സ്കൂൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. മികച്ച സ്കൂളുകളും ഉണ്ടാവലില്ല. CBSE സ്കൂളിൽ നിന്ന് വിദ്യാനഗർ സ്കൂളാണ് ഫസ്റ്റ് ടൈം ആയിട്ട് വരുന്നത്. ഇത്രയും സ്റ്റേറ്റ് സിലബസിൻ്റെ ഇടയിൽ നിന്ന് നമ്മളൊരു ഫസ്റ്റ് പ്രൈസ് വാങ്ങിക്കാനും പറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അഭിമാനം. ആ ഒരു റിസൾട്ട് കേൾക്കുമ്പോൾ ഒരു മാനസികാവസ്ഥ എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമായിരുന്നു. എക്സ്പെക്റ്റ് ചെയ്യാതെ പെട്ടെന്ന് കിട്ടിയാണ്. അപ്പോൾ ആ ഒരു ചെരിയുന്ന മഴ വളർത്താതെ നമ്മളെ കുട്ടികളൊക്കെ പോയതും പ്രാക്ടീസ് കൊടുത്തതിനും ഒക്കെയുള്ള ഒരു റിസൾട്ട് കിട്ടിയതിൻ്റെ ഒരു സന്തോഷം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം ഒരിക്കലും നമ്മളത് എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാരണം കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതായിട്ടുണ്ടായിരുന്നു. എല്ലാവരും പ്രോഗ്രാം കഴിഞ്ഞതോട് കൂടിയിട്ടാണ് സ്കൂളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. ഞാനും സാറന്മാരാണ് അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. ആരും കിട്ടില്ല എന്നുള്ളൊരു പ്രതീക്ഷയിൽ ആരും അവിടെ വന്നിട്ടുണ്ടായിരുന്നതാണ്. പക്ഷെ അത് കിട്ടിയപ്പോൾ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പോലും അത് വിളിച്ച് പറഞ്ഞപ്പം വിശ്വസിക്കാൻ പറ്റിയിരുന്നില്ല. നമുക്കാണോ എന്ന് വിശ്വസിക്കാൻ പറ്റാത്തൊരു രീതിയിലാണ്. പക്ഷെ എല്ലാവർക്കും ഭയങ്കര ഒരു സന്തോഷമായിട്ടോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. ഞങ്ങൾക്ക് ഒരു അച്ചീവ്മെൻ്റാണ് നേടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇനി അടുത്തത് ഞങ്ങൾക്ക് വരാൻ പോണത് ഒരു റിപ്പബ്ലിക് ഡേ ആണ്. അപ്പോൾ ഇതിനെക്കാട്ടിലും ഉഷാറാക്കും ഇൻഷാ അല്ലാഹ്.